നേരം വെളുക്കണ്ട. യുവമാരെ കാരണം എനിക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ. ഇത് കളരിപ്പേറ്റല്ല, കരളിക്കൊഴുപ്പാണ്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കാൻ എൻ്റെ ഒരു മണ കൊണാഞ്ചാൻ ഭർത്താവ്. ഞാൻ മനുഷ്യ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇതെന്തോന്നാണ്? നേരം വെളുക്കണ്ടേ? ഇതെന്തോന്നാണ്? അങ്കത്തട്ടും കളരിപ്പറ്റും ഒക്കെ എന്തോന്നാണ് ഈ നടുമുറ്റത്ത്? അയ്യോ, ഇത് പ്രാക്ടീസ് ചെയ്യാന്നാണ് ഓർത്തത്. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യൊന്നും അല്ല. ഇവന്മാർ ഇന്നലെ ബിവറേജിൽ പോയി ഒരു സാധനം മേടിച്ചേ, ഒരുത്തൻ ഷെയർ കൊടുത്തില്ല, അതിന്റെ അംഗമായി നടക്കുന്നേ. പോയെ ഇടത് തിരിഞ്ഞ് വലത് തിരിഞ്ഞ് ഇടത് മാറി തിരിഞ്ഞാ മറന്ന് എങ്ങനെയും പൊക്കോ ഇവിടെ കണ്ടേക്കല്ലേ പൊക്കോ. അല്ല പിന്നെ എടാ കാള പോലെ വളർന്നിട്ട് ഒരു സാധനം മേടിച്ചില്ലെന്ന് പറഞ്ഞാൽ അംഗം വെട്ടുവാണ്. ഇതൊക്കെയാണ് അംഗം വെച്ചിരിക്കുന്നത്. ആശാൻ വന്നാ നന്നായിട്ടാ. അതിനാ അല്ലെങ്കിൽ അവൻ്റെ തലവെട്ടി കാക്കക്കിട്ട് കൊടുത്തേനെ. അതാ പറഞ്ഞേ, ഭയങ്കര സംഭവമായി പോയി. ഇതിനൊക്കെ അംഗം വെട്ടല്ലെന്ന്. അതെ, കഴിഞ്ഞ ദിവസം ആശാനും അവനും കൂടെ അംഗം വെട്ടുണ്ടായിരുന്നല്ലോ. എന്താ സംഭവം? അത് കാര്യമായിട്ടുള്ള കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ അംഗം വെട്ടത് അറിയാവോ? എന്നാ നീ അറിയാതെ അവനെ വിട്ടൊരു കോട്ടൺ മേടിച്ചായിരുന്നു, അതിന്റെ ഷെയർ ഞാൻ കൊടുത്തില്ല. അതിന്റെ അംഗമായിരുന്നു മിനിഞ്ഞാന്ന് നടന്നത്. ഇങ്ങനെ അംഗമട്ട് കാരണം എനിക്ക് രാത്രി കിടന്നൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, ആൾക്കാർ നിൽക്കുന്ന ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ ഒച്ച ബഹളം കാരണം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ തെളിച്ച് പറയാം അങ്ങോട്ട്. ആശാനെ പറ്റി അങ്ങനെ ഒന്നും പറയാൻ നിൽക്കരുത്. ആശാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവ. അറിയോ നിങ്ങൾക്ക് ആശാനെ കുറിച്ച്? എന്നെ എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ പേര് അണ്ടിപ്പള്ളിക്കാവ് ശശി. 19 കളരി കാശാനായി അറിയാവോ? ആശാനെ 18 അല്ലേ? ഒരെണ്ണം ഞാൻ കൈ നിട്ടാ കേറി അങ്ങോട്ട് കിടന്നോ. ആശാൻ കേറി അങ്ങനെ നിൽക്കട്ടെ. ആശാനും കൊള്ളാം, ശിഷ്യനും കൊള്ളാം. വലിയ ആശാനാണ്. ഇന്നലെ പൈപ്പിൻ ചോട്ടിൽ പോയി ഇതാ ഇത്രയുള്ള പിള്ളേരെടുത്തിട്ട് വേഷം പെരുമാറിയിട്ടാണ് ഇവിടെ നിൽക്കണത്. ആ പിള്ളേരെന്നുള്ള തല്ലെല്ലാം വാങ്ങിച്ചിട്ട് ഒരെണ്ണം പോലും തിരിച്ചു കൊടുക്കാതെ എല്ലാം വാങ്ങിച്ചിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ആശാനെ സത്യമാണോ? ഇതെന്നാ സംഭവം എന്നറിയോ? ഇവക്ക് കളരി അറിയാത്തോണ്ടാ. അതെ, കളരി നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എന്തുവാ? ക്ഷമ. ഒരുത്തൻ ഇങ്ങോട്ട് വരുമ്പോൾ അവന്റെ മണ്ടക്കോട്ട് മെടുക്കിട്ട് കയറി ചെല്ലുമല്ലോ വേണ്ടത്. നമ്മൾ ക്ഷമിക്കണം. ഞാൻ അങ്ങ് ക്ഷമിക്കും. ക്ഷമിച്ച് 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 ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ എന്നെ പിടിച്ചാൽ കെട്ടത്തില്ല. ഞാൻ അങ്കക്കലി അങ്ങ് എടുക്കും. അങ്കക്കലി എടുക്കുമ്പോഴത്തേക്കും അവന്മാര് വേഷം അലക്കിട്ടങ്ങ് പോകും. അതാണ് പ്രശ്നം. അവന്മാരെ അങ്കക്കലി എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇവന്മാരെ ഒരുത്തനെ കാണാനില്ല. ഞാൻ പിന്നെ അടിക്കാൻ പറ്റുമോ? അല്ല, ഇതല്ല കാലിൽ ഒരു മുറിവൊക്കെ ഉണ്ടല്ലോ. ഇതോ, ഇത് വേറൊരു ചെറിയ അംഗത്തിന്റെ പ്രശ്നമാണ്. അതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിട്ടിക്കാരൻ ചന്ദ്രൻ്റെ അവൻ്റെ നിന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഒരു 2500 രൂപ മേടിച്ചായിരുന്നു. അവൻ പിറ്റേ ആഴ്ച വന്നിട്ട് പറയാം പൈസ തരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ആശാൻ പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാറില്ലല്ലോ. അത് നിനക്കറിയാം, പക്ഷെ അവനറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ഒരു കണക്കിന് പറഞ്ഞു വിട്ടിട്ട് കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് ഞാൻ അശോകന്റെ ചായക്കടയിൽ ചെന്നിട്ട് ചായയും കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പം ചന്ദ്രൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇവിടെ നോക്കാവേ, ഒരുത്തൻ ചന്ദ്രൻ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറയാ പൈസ തരണമെന്ന് എന്നോട്. ആണോ? പൈസ തന്നില്ല നീ എന്തോ ചെയ്യടാന്ന് ചോദിക്കുക. ഇത്ര നീളമുള്ളൊരു വാക്കത്തി ഉണ്ട് വേണ്ടി. ആണോ? പൈസ തന്നില്ല നീ എന്തോ ചെയ്യടാന്ന് ചോദിക്കുക. അവൻ കാല് മടക്കി എന്നെ ഒറ്റ അടിയാ. എവിടെയിട്ടാ കൊണ്ടേ? എവിടുത്താ കൊണ്ടെന്ന് അങ്ങോട്ട് ശരിക്കും ഓർമ്മയില്ല. കാരണം ഒറ്റയടിക്ക് ദേഹം മുഴുവൻ അങ്ങ് പെരുത്തുപോയി. ആണോ? ആ പെരുപ്പം കൊണ്ട് മാറിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് അങ്കക്കലി മൂത്തു. അങ്കക്കലി മൂത്തപ്പോ ഇവനെ നോക്കുമ്പോ ഇവനെ കാണുന്നില്ല. എന്നിട്ട് എനിക്കറിയാം അവൻ ചായക്കട കാണുന്നു. ഞാൻ ഓടി ചെന്നപ്പോ ചായക്കടക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ച എന്നെ അടിച്ച ചന്ദ്രന്റെ അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയുക. എന്നിട്ട് ഇവൻ പറഞ്ഞ ചായക്കടക്കാരൻ പറഞ്ഞെന്താ അറിയോ? ആ സംഭവം ഇന്നലെ അല്ലയോ നടന്നു. ഒരു ദിവസം പിരിപ്പായി പോയല്ലോ. ഞാൻ വിട്ടില്ല. ഞാൻ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇവൻ ഇങ്ങോട്ട് വരുന്നു. സംഭവം ഇങ്ങോട്ട് വരുവാ. ചന്ദ്രൻ ഞാൻ പറഞ്ഞ നിക്കട പോയി അവിടെ നിന്ന് പറഞ്ഞു. നീ എന്നെ അടിച്ചിട്ട് അങ്ങനെ പോകാറായിട്ടില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എന്റെ വാളുമില്ല പരിചയമില്ല ഭാഗ്യത്തിന്. വിട്ടില്ലേ? ഞാൻ മറ്റേ അടവ് അങ്ങോട്ട് എടുത്തു. ഓടിയതല്ലെന്ന്. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി ഒരൊറ്റ പൂഴിക്കടകൻ അങ്ങോട്ട് എടുത്തു. ചോര ഇങ്ങനെ അങ്ങ് തെറിക്കുമായിരുന്നു. അല്ല, ഈ പൂഴിക്കടകൻ ചെയ്ത ചോര ചീറ്റുവോ? താറിട്ട റോഡിൽ കിടന്ന് പൂഴിക്കടകൻ കാണിച്ച പിന്നെ ചോര ചീറ്റൂലേടാ. കാലിന്റെ ഇവിടെ ഇത്ര അങ്ങ് പൊളന്നു പോയി. അത് ശരി. അതാ ആശാനെ സമ്മതിക്കണോട്. എന്നാലും അവന്റെ കയ്യിൽ ഇത്ര ഉള്ള ഒരു കടാര ഉണ്ടായിട്ട് ആശാൻ പേടിക്കാതെ നെഞ്ചുരിച്ച് നിന്നല്ലോ. അതാണ് നിങ്ങളുടെ ആശാൻ. എനിക്ക് ഈ ലോകത്തുണ്ടല്ലോ ഒറ്റ ആയുധം എനിക്ക് പേടിയില്ല. ഒരായുധം എനിക്ക് പേടിയില്ല ഒന്നിനും. പിന്നെ ആകെപ്പാടെ പേടിയുള്ള ഒറ്റ ആയുധം ഇവിടെ ഉണ്ട്. അതേതാ? നീ വന്ന് എന്ത് ആ വാ വിളിച്ച നാക്കൊന്ന് കാണിച്ചേ. ഈ ആയുധം മാത്രം എനിക്ക് ഭയങ്കര പേടിയാ. എന്നെ അങ്ങനെ കളിയാക്കാനൊന്നും വേണ്ട. കളിയാക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ എന്തുമാത്രം വാളും പരിചയമൊക്കെ ഇരിക്കുന്നത്. ഈ വാളും പരിചയമൊക്കെ എടുത്ത് നിങ്ങൾ ഇതോ ആ കിടക്കുന്ന വിറവൊക്കെ ഒന്ന് വെട്ടി കീറിക്കൂടെ? അയ്യോടാ, ഇവളെന്തോ പറയുന്നേ? പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന എന്റെ വാളെടുത്ത് വിറവ് കെട്ടിക്കീറാൻ എന്റെ അപ്പൂപ്പന്മാർ ഉപയോഗിച്ചോണ്ടിരുന്ന വാള അറിയാവോ? എന്റെ അപ്പൂപ്പനെ നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയില്ല. അണ്ടിപ്പള്ളിക്കാവ് ഷിബു 22 കളരി കാശാനാവുള്ളൂ, അറിയാവോ?
22 കളരിയല്ല 18 കളരിയല്ലേ? ഒരു 2-3 ഞാൻ കേട്ടിട്ടതാ, കിടന്നോട്ടെ. അപ്പൂപ്പനെ ബൂസ്റ്റ് ചെയ്താണ്. അത് തന്നല്ല, ഈ അപ്പൂപ്പൻ ഉണ്ടല്ലോ, അപ്പൂപ്പൻ ഭയങ്കര കേമനായിരുന്നു. ആണോ? ഭയങ്കര കളരിയായിരുന്നു. അഗ്രഗണനായിരുന്നോ? ഓടാ അവിടെ നിന്ന് ഇങ്ങനൊരു കോങ്ങണ്ണല്ല ഉണ്ടെന്നല്ലാതെ അഗ്രക്കണ്ണൊന്നും ഇല്ലായിരുന്നു പുള്ളിക്ക്. ആശാനെ അപ്പൂപ്പനെ ബൂസ്റ്റ് ചെയ്താണെന്ന്. ആണോ? അങ്ങനെയുള്ള കണ്ണനായിരുന്നു. അതല്ലേ പുള്ളിക്ക് സിദ്ധി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ 25 പേരെ കത്തി കൊണ്ട് ഒറ്റ കുത്തിന് വീഴ്ത്തിയ പുള്ളിയാ. ഒയ്യോ, മനസ്സിലായോ? പുള്ളിക്കൊരു സിദ്ധി ഉണ്ടായിരുന്നേ. പുള്ളി എപ്പം മരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പുള്ളി എഴുതി വെച്ചു. ഇന്ന മണിക്ക് ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡ് മരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. അത്ര സിദ്ധിയുള്ള പുള്ളിയാ. ഭയങ്കര സിദ്ധി തന്നെ, ഭയങ്കര സിദ്ധി തന്നെ. കൊലക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോഴേ അങ്ങനെ കോടതിക്കകത്തുണ്ടായിരുന്നു, അല്ലാതെ ഇത് പ്രവചനമൊന്നും അല്ല. അത് കൊള്ളാം. ഞാനൊരു കണക്കിന് ഇവരുടെ മുന്നിൽ ഗമ കളിച്ച് മേളോട്ട് വരുമ്പോ ഭാര്യ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? ഇവളെ എന്നെ ഭാര്യയാണോ? ഇവളെ വെട്ടിക്കൊല്ലുവാ വേണ്ടേ? വാളർത്ത് വെട്ടിക്കൊല്ലുവാ വേണ്ടേ? കൊല്ലുവാ, ഞാൻ കൊല്ലും. ഞാൻ കണ്ട എന്റെ അടുത്ത്. എടാ ഞാൻ കൊല്ലും. കൊല്ലണ്ടാശാനെ. അതെന്നാ നീ എന്നൊക്കെ ഞാൻ കൊണ്ടായിക്കോളാം. അത് കൊള്ളാം. ഒരു കാര്യം, ഈ സാധനം കൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് വെച്ചേക്കണം. അടുക്കള കൊണ്ടുവച്ചായിരുന്നു, അടുക്കളായിരുന്നു തുരുമ്പെടുക്കും. കൊണ്ടുവച്ചായിരുന്നു. ആശാനെല്ലാം പണിയാ കാണിച്ചേ. അപ്പൊ ചേച്ചിയെ കൊടുത്തുവിട്ട ആ സുർമിയുടെ പരിപാടി എനിക്ക് പഠിപ്പിച്ചില്ലല്ലോ. എന്തുവാ സുർമിയാ കൊടുത്തുവിട്ട സുർമിയുടെ? എടാ കാലാ, സുർമിയല്ല ഉറുമി. ഉറുമി ഏതാന്ന് അറിയാൻ പറ്റാ നിന്നെയാണല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്. എടാ അതങ്ങനൊന്നും പഠിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. ആണോ? അന്ന് ഞാൻ ഈ സൈഡിൽ തൂക്കിട്ടിരിക്കുന്ന കണ്ടിട്ടില്ല. ഇന്നാളെ ദിവസം ഞാൻ ഏതാണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കൊലുകുലുകുലാന്നൊരു ശബ്ദം. നോക്കപ്പോ ഈ പുല്ല് പൊട്ടും കെട്ടി ചാട്ടുംകുട്ടിക്ക് കയറ് വിട്ടു ഇങ്ങനെ ഒറ്റ വരവാ. ആണോ? ഞാൻ 2 പറമ്പ് അപ്പുറത്ത് പോയി നിന്നിട്ടും ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പ പാമ്പ് നിൽക്കുന്നതിന്റെ കൂട്ട്. ബാബാ സുരേഷിനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ബാബാ സുരേഷിനെ വിളിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് ഡേഞ്ചർ സാധനമാണ്. 2 സ്ഥലവും ഇതിന് വാത്തലയാണ്. ശരിക്കും പ്രയോഗിച്ചില്ലെങ്കിൽ കഴുത്തറ്റ് പോകും. എന്നിട്ടാണ് ആ പാമ്പ് പിടിച്ച ചേച്ചിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു വിട്ടത്. അതിനാ അതിന്റെ കെട്ടങ്ങണം പൊട്ടിക്കഴിഞ്ഞാൽ കഴുത്ത് കണ്ടിച്ച് പോകൂലേ പുള്ളിക്കാരത്തില്? നടപടിയില്ല. ആ സാധനത്തിന്റെ വാത്തല 2ആയിട്ട് മടങ്ങത്തേ ഉള്ളൂ. അതിനാ അത്രയ്ക്ക് തൊലിക്കട്ടി ആ പുല്ലിന്. മനസ്സിലായോ? ഇവിടുത്തെ എങ്ങനെ കാര്യങ്ങളൊക്കെ ചേച്ചി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ്? എടാ അതാ പറഞ്ഞ ഈ ആശാന്റെ ഭാര്യയായിട്ടിരിക്കാനുള്ള ഒരു യോഗ്യത ആവക്കില്ല. സംഭവം എന്നാന്നറിയോ? ഈ കളരി വെക്കേണ്ട ആയുധങ്ങൾ ഒറ്റ ഒരു സാധനം എനിക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. എന്താ? കാരണം പരിചയം അങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഉടനെ അവള് മാവ് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കും അതിനകത്ത്. ഇപ്പൊ ഒരു ചുരുക കൊടുത്ത് വിട്ടില്ലയോ? ഇച്ചിരി കഴിയുമ്പോൾ നോക്കണം അവൾ അതിനകത്ത് അരിമാവ് മുക്കി മുറുക്കുണ്ടാക്കി നമുക്ക് തന്നെ കാപ്പി കൊണ്ടു തരുവോള്. ആണോ? അങ്ങനത്തെ പരിപാടിയാ അവള്. അപ്പൊ ആശാനെ, ആശാൻ വാള് വീട്ടിൽ വെക്കാറുണ്ടോ? വാള് ഞാൻ വീട്ടിൽ വെക്കാറില്ല. അതിനാ? വീട്ടിൽ വെച്ചാൽ ഞാൻ തന്നെ കോരിക്കളണം. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കാറുള്ളൂ. എങ്ങനെയുണ്ട്? അല്ല അപ്പൊ ആശാന് പരിചയം ഇല്ല? പരിചയം ഉണ്ടോന്നോ? അയൽവക്കമായിട്ട് പരിചയം ഉണ്ടോന്നോ? ഞാൻ പരിപാടിയൊക്കെ TV കാണാറുണ്ട്. നല്ലതായിട്ട് അടിപൊളി. എനിക്ക് നല്ല പരിചയമാണ്. അതല്ല, ഈ തടുക്കുന്ന പരിചയം അതില്ലേ? അപ്പൊ ഈ പെണ്ണുമ്പിള്ളയുടെ കണ്ണിൽ എന്നെ കുരുവാണ്. ഈ ഇരിക്കുന്ന പിന്നെന്തോ പരിചയല്ലയോ? ഈ പരിചയം കൊണ്ട് എങ്ങനെ തടുക്കുന്നത്? ഇത് വയറെ വരച്ചു വെച്ചിരിക്കുമല്ലേ? ഇതുകൊണ്ട് തടുക്കുന്ന എങ്ങനെയാണോ? സാമ്പിൾ കാണിച്ചു തരാം. ഒന്ന് വെട്ടി കാണിച്ചാ. അതുകൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. എന്താ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അടികിട്ടയക്കാൻ വേണ്ടി സെറ്റ് ചെയ്താണേ. പണ്ട് നമ്മൾ രാജാക്കന്മാരുമായിട്ടാണ് യുദ്ധം. അപ്പൊ നമ്മൾ തേരലൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ KSRTC ബസ്സിലാണ് ഇന്ന് പോകുന്നത്. അപ്പൊ ഒരു കൈ വാളും മറ്റേ കൈ ചോറും പൊതിയായിട്ട്. ചോറും പൊതിയോ? അല്ല ചോറും പൊതിയല്ല. ഒരു കൈ വാളും മറ്റേ കൈ പരിചയമായിട്ട് പോകുമ്പോഴേ ഇങ്ങനെ നിൽക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ ഇടിക്കും. അപ്പോഴത്തേനും എനിക്ക് 2-3 പ്രാവശ്യം അടി കിട്ടും. അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചാ ഇപ്പം പോകുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതുപോലെ വേറെ ഗുണം കൂടെ ഉണ്ട്. ആശാന്റെ ഭാര്യ ഇടക്കിടക്ക് ആശാനെ എടുത്ത് പെരുമാറാറുണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെ മുട്ടയൊക്കെ കൂത്തുമ്പോ ആശാൻ അത് സേഫ്റ്റിയാ. ഏത് ഒരു കാര്യമില്ല. ഞാൻ ഇന്നാളെ ഇതിനെക്കാട്ടി വലിയ അണ്ടാവ് എടുത്ത് വെച്ച് കെട്ടിയതായിരുന്നു. ഒരൊറ്റ ഇടി ഇങ്ങോട്ട് ഇടിച്ചിട്ട് സ്റ്റീൽ പാത്രം ചടങ്ങുന്നതിനോട്ട് അകത്തോട്ട് പോയിട്ട് ബ്ലും എന്നൊരൊറ്റ പോക്കായിരുന്നു. ഞാനൊരുത്തന്റെ പുക്കിള് തെറിച്ച് പോയായിരുന്നു. അവിടെ അടുത്ത് നിന്നൊന്നും ഒരു വലിയ കാര്യമല്ല. മനസ്സിലായില്ലയോ? പിന്നെ നിന്റെ അമ്മ എന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആശാനാണെന്ന് ഓർക്കൂല. അമ്മക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതും പറയട്ടോ. എടാ അതല്ലെന്ന്, നിന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫീസ് തരുന്നല്ലയോ, നിന്റെ പ്രാക്ടീസ് ഒന്നും അത്ര ശരിയല്ല, അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അംഗം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, ഞാൻ ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വരാം. ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വരാനോ? അംഗം കുറിക്കാൻ. എടാ നിനക്ക് നാണോ? ഇതൊരു കളരിത്തറയാണോ? കളരിത്തറ എന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ 5 മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെച്ചിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് അടിച്ചിട്ട് കിടക്കാം. ഓക്കെ, അടിപൊളി. അപ്പം നമുക്ക് അങ്ങനെ തന്നെ പ്രാക്ടീസ് തുടങ്ങാം. അപ്പം നമസ്കരിക്കുക. തുടങ്ങാം.
ആശാൻ 2 കൂടുതൽ ഇട്ടോ. അത് ഞാൻ കൈ നിട്ടതാ. ഇടത് മാറി വലത് ഞെരിഞ്ഞമർന്ന ഇരുന്നമർന്ന. ഇതെങ്ങനെയുണ്ട് ആശാനെ? പഴയ പപ്പനിക്കാരന്റെ ബായ്ക്ക് പോലുണ്ട്. ആശാനെല്ലാം കളിയാക്കൊന്നും വേണ്ട. ആ. ആശാനെല്ലാം അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ആ ഞാൻ കല്യാണമൊക്കെ ആയിട്ടുണ്ട്. നിനക്കോ? എങ്ങനെ എവിടുന്ന പെണ്ണ? ഞാനേ ന്യൂ ജനറേഷൻ ആണല്ലോ. ആ. ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നൊക്കെ ചാറ്റ് ചെയ്ത് അങ്ങനെ ഒരെണ്ണത്തിന് റെഡിയാക്കി അങ്ങ് എടുത്ത്. അയ്യോ, ചാറ്റ് ചെയ്ത് കിട്ടുന്ന പെണ്ണുങ്ങൾ കൊള്ളത്തില്ല. അല്ല ചാറ്റ് ചെയ്ത് കിട്ടുന്ന പെണ്ണും ചായൽ മുക്കി ബിസ്ക്കറ്റ് ഒരുപോലെ. അല്ല രണ്ടും എപ്പോഴാ കയ്യിൽ നിന്ന് പോകുന്നത് പറയാൻ പറ്റത്തില്ല. അതെ വേറെ കാര്യമുണ്ട്. ആ ആശാനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് ഞങ്ങളുടെ കോളനിയിൽ, മറ്റേ അടവിനെ കുറിച്ച്. തെക്കേലെ സിസിലി ആയിരിക്കും അഭിപ്രായം പറഞ്ഞല്ലയോ? ഇല്ലെന്നേ, മറ്റേ അടവ്, ആശാന്റെ അടവില്ലേ? ആ അടവ്. ആ. എനിക്ക് പ്രധാനമായിട്ടും 3 തരം അടവാ ഉള്ളത്. അതേതാ? ഒന്ന് എന്റെ ബൈക്കിന്റെ CC അടവ്, പിന്നെ ചന്ദ്രന്റെ പൈസ മേടിച്ചിട്ട് 250 രൂപയുടെ ഒരു തിരിച്ചടവ്. ഇതൊന്നും അല്ല വലിയ അടവന്റെ. ഇതെല്ലാം കൂടെ ഇവന്മാര് മേടിക്കാൻ വരുമ്പോ ഞാൻ മുങ്ങുന്ന ഒരു അടവുണ്ട്. അതാണ് ഏറ്റവും വലിയ അടവ്. ആശാനെ ആ അടവെന്ന് തന്നെ പഠിപ്പിച്ചല്ലോ കേട്ടോ. ആ അടവൊന്ന് പഠിപ്പിച്ച് തരണം. അത് നടക്കത്തില്ല. എന്താ എന്നെ തന്നാ പൊളിഞ്ഞു പോകും. നീ അതിനുള്ള പ്രായമായിട്ടില്ല, മനസ്സിലായോ? ആരാ? ഞാൻ കുഞ്ഞി. നീ കഞ്ഞിയാന്ന് കണ്ടാ തന്നെ പറയും. സംഭവം ആരാന്നാ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞിക്കണ്ണൻ. ഒന്ന് കാണിച്ചേ. എന്നിട്ട് വലിയ കണ്ണാണല്ലോ. ഇപ്പൊ ശരിയാ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്നാ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. എന്റെ പൊന്നടാവേ, ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലെ കൊയ്ത്തും കഴിഞ്ഞ് മെതിയും കഴിഞ്ഞ ആൾക്കാർ പോയി. ഇന്നലെ വന്നായിരുന്നു 250 രൂപ ശമ്പളവും കിട്ടിയതിനും കഞ്ഞിയും കിട്ടിയതിനും അച്ചാറും കിട്ടിയതിനും. എന്നാ പിന്നെ ഞാൻ പോക്കട്ടെ. ആ ഓക്കെ ശരി, ആയിക്കോട്ടെ. അതല്ല, നിന്റെ തല വെട്ടാൻ വന്നവനാണ് ഞാൻ. ഇന്നലെ തലയും വെട്ടി ഷേവും ചെയ്താണ്ട് അവന്റെ മുടി വളർന്നിരിക്കും. അത് വെട്ടിട്ട് പോകും. അപ്പാച്ചി സ്റ്റൈൽ അടിക്കും. എടാ, ഇയാളുടെ അംഗം വെട്ടി ഞാൻ ഇയാളുടെ തല വെട്ടാൻ വന്നാണ്. ആശാനെ ആശാനായിട്ട് അംഗം കുറിക്കാൻ വന്നതാണെന്ന്. ആണോ? ഇവനോ? എന്നോട് അംഗം കുറിക്കാൻ നിനക്ക് എന്താ ധൈര്യമുള്ള? എന്താ അയോഗ്യത നിനക്ക്? ഞാൻ പുത്തൂരം വീടിന്റെ തായ് വഴിയാണ്. എങ്ങനാ? പുത്തൂരം വീടിന്റെ തായ് വഴി. പുത്തൂരം വീടിന്റെ തായ് വീട് നീ എങ്ങനെ ആകുന്നേ? ഈ പുത്തൂരം വീടിന്റെ താഴേക്കൂടെയുള്ള വഴി കൂടെ ആണല്ലോ ഞാൻ എല്ലാ ദിവസവും പണിക്ക് പോണേ. ആ അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോണോണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുത്തൂരം വീടിന്റെ തായ് വഴി ആയതാ. എടാ, അങ്ങനൊന്നും പറ്റത്തില്ലെന്ന്. ആ വീട്ടിലെ അംഗമായവർക്ക് മാത്രമേ അതിന്റെ തായ് വഴി ആകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഈ കണ്ട മിമിക്രിക്കാരെല്ലാം കലാഭവനിൽ പോയിട്ടാണ് എല്ലാരും കലാപം സതീഷ്, കലാപം രതീഷ് എന്നൊക്കെ ഇടുന്നത്. സത്യത്തിൽ നിന്റെ പേരെന്തോ? അത് ഞാൻ കലാഭവൻ കുഞ്ഞിക്കണ്ണൻ. അല്ല, പുത്തൂരും കുഞ്ഞിക്കണ്ണൻ. ആഹാ. അല്ല സംഭവം ഇത് മാറ്റിട്ട്. അല്ല സംഭവം അംഗം വെട്ടുന്നതിന്റെ സംഭവം എന്താ? കാര്യം പറ. കുന്നത്തൂർ ഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചോണ്ടിരുന്ന എന്റെ ഭാര്യയുടെ നേരാങ്ങളെ തലക്കറി ചോദിച്ചപ്പോൾ സോഡാക്കുപ്പിക്ക് തലക്കടിച്ചവനാണ് നീ. സത്യത്തിൽ സോഡാക്കുപ്പിക്ക് തലക്കടിച്ചോ? ചുമ്മാ പറയോടെ. ഞാൻ അവിടെ നിന്ന് സോഡ എടുത്ത് ഡിഷ്നൊന്ന് പൊട്ടിക്കുകയോ ഇവൻ മയങ്ങിയ താഴെ വീണ് ഞാൻ എന്നാ ചെയ്യണ? അത് തന്നെയല്ല, ഇവന്റെ ഈ പെണ്ണുമ്പിള്ളയുടെ നേരാങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? എന്നും അടിച്ച് സെറ്റായിട്ടെ ഈ ഡെസ്കിന്റെ കീഴിൽ അട്ട ചുരുളുന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. ആദ്യം അവനോട് നേരെ നിൽക്കാൻ പറ, എന്നിട്ട് നേരാങ്ങളെ ആകാം. അത് തന്നെ 24 മണിക്കൂർ അവിടെ കിടന്നിട്ട് എല്ലാവരും വന്ന് ഇടിയാ. അയ്യോ, ഇടിച്ചിടിച്ചിടിച്ചിട്ടേ ഇവന് ഇത് ദേഹം മുഴുവൻ നീര് വന്നിട്ട് ഇങ്ങനെ ഇത്രയായി. ആ പുള്ളിയുടെ പേരെന്നാ പറഞ്ഞേ? നേരാങ്ങളെയല്ല, അവൻ നീരാങ്ങളെയാ. നീരാങ്ങള. അതും ഇതും പറഞ്ഞ് ചളി പറഞ്ഞോണ്ട് നിൽക്കാതെ വാളെടുക്കിൻ. ആരോമൽ ശേഖരുടെ ഷേപ്പും വായിന്ന് വന്ന വർത്താനം കേട്ടോ, ചളി പറയാതെ. വാളെടുക്കിൻ. ആദ്യം നീ എടുക്കിൻ, പിന്നെ ഞാൻ എടുക്കിൻ. എടുക്കിൻ. റൂട്ട് മാറി. എടീ പ്രാന്തി, ആടേലും ആണുങ്ങളെ തലവട്ടം കണ്ട ഉടനെ മുടിയും കുണിക്ക് കിട്ടണമെങ്കിൽ പോരണം. കേറിപ്പൊളിയാകത്ത്. പോട്ടെ. വാളെടുക്കിൻ. വെട്ട കണ്ടോടാ? അടിപൊളിയാ സാറേ.
ആശാന്റെ പരിപാടി കണ്ടോ? കൊള്ളാം. ഇവൻ തോറ്റ കണ്ടോ? ആ. ഇനിയിപ്പോ ഉണ്ടല്ലോ ഇവന്റെ തല ഈ കളയിൽ കിടന്ന് ഉരുളും. ആണോ? വെട്ടി ഞാൻ തുളിക്കും. കാരണം വാളെടുത്ത് അങ്കക്കല്ലി എടുത്താൽ എനിക്ക് ചോര കണ്ട അണങ്ങത്തുള്ളൂ ഞാൻ. നന്നായി. ആന്നാ? ആശാനെ ആ, തോക്ക്. ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചില്ലയോ? തിരിഞ്ഞു നോക്ക്. എന്നാ റൈറ്റിലേക്ക് വെട്ടിച്ച്, തല റൈറ്റിലേക്ക് അങ്ങ് വെട്ടിച്ചേ. എന്നാ പ്രശ്നം എന്നാ? പണി പാളിന്ന് തോന്നണ്ട. കണ്ടോ? കളരിൽ തോക്കില്ല. നിന്റെ കളരി തോക്കില്ലായിരിക്കും, പക്ഷെ എന്റെ കളരി തോക്കുണ്ട്. അതെ, കളരിൽ തോക്ക് വെച്ചുള്ള പരിപാടി ഇല്ല. അക്ഷരം മിണ്ടിയാ ആ, നിന്റെ തല ഞാനിവിടെ പൊട്ടിക്കും. ഏതക്ഷരാ മിണ്ടരുതാത്തെ? മിണ്ടിക്കഴിഞ്ഞ നിന്റെ തല ഞാൻ പൊട്ടിക്കും. ഇവിടെ പൂത്തിരി ചേർന്നു. ആണോ? നീ എന്നെ പൊട്ടിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുള്ളൂ. എന്റെ ശിഷ്യനുണ്ടല്ലോ, ശിഷ്യൻ, നിന്റെ തലമണ്ട പൊട്ടിച്ചിട്ടേ പോവും. ഇല്ലടാ, ഒരു അപകടം വന്നപ്പോ ഇട്ടേച്ച് പോയടാ പന്ന. നീ ഇപ്പൊ എന്റെ അടുത്തുനിന്ന് അങ്ങനെ രക്ഷപ്പെടുന്നേ? എന്നാളിയാ പിന്നെ വന്ന എന്തുകൊണ്ട് വിശേഷം? അല്ല പിന്നെ അച്ഛനെ ആ, അവനെന്തേ? അവൻ ആ കണ്ടം വഴി ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഓടിയോ? ഓടി. എനിക്കറിയാം ആശാൻ ചോര കണ്ടാണ്ട് വാള് തേർത്ത് വെക്കൂലെന്ന് എനിക്കറിയായിരുന്നു. അതെ, അതെ. ചോര ഉണ്ടായിരുന്നോ? പിന്നെ ചോര കണ്ടോന്നോ? ആ. ആ ക്ലാപ്പിന് കുന്നമില്ലെന്നേ. ആ. തലയേതാ വാലയെന്ന് അറിയാൻ പോയത് ചന്നം പിന്നെ ഇടി വെടിവെച്ചിട്ട് പൊട്ടി ചോര കണ്ടോ? ഇതേക്കാട്ടി പോയത് അവൻ എന്നെ കൊല്ലുന്നതായിരുന്നടാ. ആശാനേ